നരകത്തിലേക്ക് പോകുന്ന ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിൻ്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം പറഞ്ഞു തരട്ടെയോ? നബിതങ്ങൾ ഉദാഹരണം പറയുകയാ. പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു മൃഗം തൻ്റെ കയറ് പൊട്ടിച്ചിട്ട് ഓടുന്നത് പോലെ നരകത്തിലേക്ക് വീണുപോകും. നിങ്ങളുടെ പള്ളിയുടെ മിനാരത്തിൻ്റെ മുകളിൽ കയറി ഒരു കല്ലെടുത്ത് താഴേക്കിട്ടാൽ ആ കല്ല് എത്ര സ്പീഡിലാണോ താഴെ വന്ന് വീഴുന്നത്, അതിനേക്കാളും സ്പീഡിൽ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന പാപം എന്താണെന്ന് നബിതങ്ങളോട് അവിടെന്ന് ചോദിക്കുമ്പോ നമ്മൾ വിചാരിക്കും കള്ള് കുടിക്കുന്നവരായിരിക്കാം, വ്യഭിചരിക്കുന്നവരായിരിക്കാം, പലിശ തിന്നുന്നവരായിരിക്കാം, നിസ്കരിക്കാത്തവരായിരിക്കാം, സിറുക്ക് ചെയ്യുന്നവരായിരിക്കാം, അവരാണ് നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്നതെന്ന് കരുതിയവര്. നബിതങ്ങൾ പറയുകയാ, ആരാട് അള്ളാഹുവിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം ഏതെന്നറിയുമോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. 6600 പരം വരുന്ന ആയത്തുകൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലുണ്ട്. നിങ്ങൾ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണല്ലോ, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാണല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ പഠിക്കാത്ത ആരുമില്ലല്ലോ. മദ്രസയിൽ പഠിക്കുന്ന കാലം 30ാമത്തെ ജുസുവിലെ ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാ, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ വാപ്പാ നീ പഠിച്ച സൂറത്തുകള്, നീ പഠിച്ച ആയത്തുകള് നിനക്കോർമ്മയുണ്ടോ വാപ്പാ? ഓർമ്മയുണ്ടോ പെങ്ങളെ? നബിതങ്ങൾ പറയുന്നു, സ്വഹാബാ, അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപം എന്തെന്നറിയുമോ? അത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചിട്ടും മറന്നു കളയലാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താകട്ടെ, ഒരു ആയത്താകട്ടെ, അത് പഠിച്ചിട്ടും മറന്നു കളഞ്ഞാൽ അവന് പെട്ടെന്ന് നരകത്തിലേക്ക് വീണു പോകുമെന്ന് നബിതങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ, ഓർമ്മയുണ്ടോ സഹോദരാ? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി നീ നിന്റെ മനസാക്ഷിയോട് ചോദിക്ക്, നീ പഠിച്ച സൂറത്തുകളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? സമയമില്ലല്ലോ, നിനക്ക് സമയമില്ലല്ലോ. ആ പഠിച്ച സൂറത്തുകളൊന്ന് പാരായണം ചെയ്യാൻ, അതൊന്ന് ഓതിയെടുക്കാൻ, അതിനു വേണ്ടി അല്പസമയമൊന്ന് മാറ്റിവെക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമില്ലല്ലോ. കാരണം നിനക്ക് നിസാരമായി പോയി. അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം എന്താണ്, പവിത്രത എന്താണ്, അതിന്റെ സ്ഥാനം എന്താണ്, പടച്ചവനെ എനിക്കും നിങ്ങൾക്കും തിരിയുന്നില്ലല്ലോ. നിസാരമായി കാണുകയാണ്. അള്ളാഹുവിന്റെ പള്ളികളുടെ അലമാരിക്കകത്ത് അടുക്കി വെച്ചിരിക്കുകയാ വിശുദ്ധമായ ഖുർആൻ. 27ാം രാവിലെ എടുക്കാനുള്ള ഒരു ഗ്രന്ഥമായി അള്ളാഹുവിന്റെ ഖുർആൻ പള്ളിക്കകത്തിരിക്കുകയാ. പടച്ചവനെ, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോ എടുക്കാനുള്ള ഒരു കിതാബായി ഖുർആൻ മാറിയല്ലോ. കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പത്രമുണ്ടല്ലോ, ആ പത്രത്തിന് കൊടുക്കുന്ന സ്ഥാനം പോലും പലരും ഖുർആനിന് കൊടുക്കാറില്ല. നിനക്കറിയില്ലടോ, അള്ളാഹുവിന്റെ കലാമിനെ നിനക്കറിയാഞ്ഞിട്ടാട്. അത് പേടിക്കണം സഹോദരാ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ മഹത്വം എന്തെന്നറിയുമോ? അള്ളാഹു തന്നെ പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്.
ഈ പരിശുദ്ധമായ ഖുർആനങ്ങാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു മലയുടെ മുകളിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയതെങ്കിൽ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം ഭയന്ന് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും തൂളികളായി പോകുമായിരുന്നു. അത്രയും പേടിയാടോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം അതാണ്. പക്ഷേ പരിഗണിക്കാറില്ലല്ലോ, നമുക്ക് നിസാരമായി പോയല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചിട്ട് മറന്ന അവൻ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാര് ചിന്തിക്കുന്നു, പടച്ചവനെ, എനിക്ക് ഖുർആൻ അറിയില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഓതാൻ അറിയില്ലല്ലോ, എനിക്കൊരു സൂറത്തും കാണാതെ അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിൽ ഇല്ല വാപ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവന്റെയോ പഠിക്കാത്തവന്റെയോ ഓതുന്നവന്റെയോ ഓതാത്തവന്റെയോ കാര്യമല്ല. നിങ്ങൾ എല്ലാവരും ഖുർആൻ കേട്ടവരാ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് ഒരായത്തെങ്കിലും ജീവിതത്തിൽ കേൾക്കാത്തവരുണ്ടോ? എല്ലാവരും കേൾക്കുന്നവരല്ലേ? എല്ലാരും അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കുന്നവരാ. കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല. ഒരായത്തെങ്കിലും നിന്റെ ജീവിതത്തിൽ കേൾക്കുമല്ലോ. നീ പരിഗണിച്ചിട്ടുണ്ടോ വാപ്പാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ കേട്ടുമ്പോ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാനുള്ളതല്ല. അല്ലാഹുവിന്റെ ഖുർആനിനെ ആദരിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഖുർആനിനെ ബഹുമാനിക്കണം വാപ്പാ. പെങ്ങളെ, പാട്ട് കേട്ട് കളയുന്നത് പോലെ കളയാ ുള്ളതല്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, വഅദിന്റെ 5ാമത്തെ ദിവസമാണ്. ഇന്നലെ വരെ ഇരുന്നത് പോലെ ഇരിക്കല്ലേ, ഇന്നലെ വരെ ഇരുന്നത് പോലെ ഇരിക്കല്ലേ. ഇന്ന് വഅദ് കഴിഞ്ഞിറങ്ങി പോകുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സാധാരണ പോകുന്നത് പോലെ നിങ്ങൾ ഇറങ്ങി പോകല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാ. ഇത് കേട്ടാ നീ നന്നാകണം, ഇത് കേട്ടാ നീ പേടിക്കണം, ഇത് കേട്ടാ നിന്റെ കൈകാല് വിറയ്ക്കണം, ഈ ആയത്ത് കേട്ടാ നിന്റെ കണ്ണ് നിറയണം. അല്ലാതെ സാധാരണ ഇറങ്ങി പോകുന്നത് പോലെ പോകാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അല്ലാഹു നിനക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കള്ള് കുടിച്ചവന്റെയല്ല, വ്യഭിചരിച്ചവന്റെയല്ല, പലിശ തിന്നവന്റെയല്ല, മുനാഫിക്കിന്റെയല്ല, സിറുക്ക് ചെയ്യുന്നവന്റെയല്ല, അഹങ്കാരികളുടെയല്ല. പിന്നെ ആർക്ക് കൊടുക്കുന്ന ശിക്ഷ? അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് കേട്ടിട്ട് പരിഗണിക്കാത്തവന്, നിഷേധിക്കുന്നവന്, നിസാരമായി കാണുന്നവന് അല്ലാഹു 10 ശിക്ഷ കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ പഠിച്ചിട്ടോ മറന്ന അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു കാക്കുമാറാകട്ടെ. സമയമില്ലടോ നമുക്കൊന്നൊന്ന് ഓതിയെടുക്കാൻ. അത് ഉസ്താദന്മാരുടെ പണിയല്ലേ. ഖുർആനൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെ നടക്കുക. ചെമ്മീനിലെ പാട്ട് ഇപ്പോഴും പാടും നീ. എന്നാ നീ 2ാം ക്ലാസ്സിൽ പഠിച്ച സൂറത്തൊന്ന് ഓതിക്ക്. സമയമില്ല നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കോ പഠിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ വിഷയം, എൻ്റെ വിഷയമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ചോദിക്കുന്നത്, നീ ഖുർആൻ കേൾക്കുമല്ലോ, ഈ ഉസ്താദന്മാരൊക്കെ ഇങ്ങനെ ഓതിത്തരുന്ന ആയത്ത് നീ വിചാരിച്ച് പിരിക്കാനുള്ളതാണില്ലേ? ഉസ്താദന്മാരിതൊക്കെ ഓതിത്തരുമ്പോ നിസാരം, പരിഹാസം. എന്നാ നീ കേട്ടോ, അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ അല്ല വെറുതെ വിടൂലടോ. അല്ല വെറുതെ വിടൂല. അവൻ അല്ലാഹു 10 ശിക്ഷ തരും. 10 ആയത്ത് ഞാൻ ഓതിത്തരാം, കേട്ടോ. ഞാൻ ഒരൊറ്റ ഹദീസ് പോലും ഇന്ന് പറയൂല. ഖുർആനിലെ 10 ആയത്ത് ഓതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 10:30 വരെയാണ് എനിക്ക് സമയമുള്ളത്. എത്ര ആയത്ത് ഓതാൻ പറ്റുമോ അത് ഓതിയേക്കും, ദുആ ചെയ്തേക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ഇത്തിരി നേരെ ഇതൊന്ന് ഇട്ട് തന്നാൽ മതി. ഞാൻ ഒന്ന് കൂളായ ഓഫാക്കിയാലേ. അപ്പൊ റെഡിയല്ലേ? തുടങ്ങല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? തുടങ്ങല്ലേ? കേട്ടോ, അൽഹംദുലില്ലാ. പട്ടി ചന്തയ്ക്ക് പോയത് പോലെ ആവരുത് ഇന്നത്തെ വയത്. ഈ ആയത്ത് അങ്ങോട്ട് കേട്ടോണം, പേടിച്ചോണം.
കരയണമെങ്കിൽ കരഞ്ഞോ, ഓടണമെങ്കിൽ ഓടിക്കോ, എന്തു വേണമെങ്കിലും ചെയ്തോ, നിനക്കല്ല തരുന്ന 10 ശിക്ഷ. കള്ളു കുടിച്ചവൻ്റെയും വ്യഭിചരിച്ചവൻ്റെ ഒക്കെ കാര്യം പോട്ടെ, ഓൻ്റെ കാര്യം നമ്മൾ എന്താ ചർച്ച ചെയ്യാനാ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഓൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്തേ ഇന്ന് കള്ളു പാവോ എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ ഉസ്താദിന്റെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ചോദിക്കും. കള്ളുകുടിയന്മാരെയും വ്യഭിചാരികളെ കുറിച്ച് ഞാൻ പറയില്ല എന്ന് പറയാനുള്ള കാരണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാ. തെറ്റും ശരിയും മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. തെറ്റും ശരി ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു 20 കൊല്ലം മുമ്പ് പ്രായമുള്ള വാപ്പമാരൊക്കെ ഇരിക്കുന്നല്ലോ, നമ്മുടെയൊക്കെ ചെറുപ്പകാലം അങ്ങനെ ചിന്തിക്ക്. 20 കൊല്ലം മുമ്പ് ഈ പള്ളിക്കകത്ത് നമസ്കരിക്കാൻ വന്നിരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കുവോ? നിങ്ങൾ പറയടോ, കുടിക്കുവോ? കുടിക്കത്തില്ല. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളിക്കകത്ത് കയറൂല. വ്യഭിചരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ പള്ളി നിസ്കരിക്കാൻ വരുമോ? ഇല്ല. നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കാൻ പോവോ? ഇല്ല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. ഇപ്പോ പേവെള്ളം അടിച്ചിട്ട് ഓടയിലും കിടക്കും, നിസ്കരിക്കാൻ പള്ളിക്കകത്തും വന്നിരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലേ? വെള്ളമടിക്കുന്നവൻ പള്ളിക്കകത്ത് വരത്തില്ലേ? അവൻ വെള്ളമടിക്കുന്നുകൊണ്ട് നിസ്കരിക്കാൻ വരുന്നുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പിന്നെ പലിശയെക്കുറിച്ച് പറയാതിരിക്കല നല്ലത്. സാധാരണ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട്. ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, ഞാൻ ആർക്ക് വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന്. പള്ളിയിലെ ഉസ്താദ് 5 വഖത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുമ്പോ ഉസ്താദിന് തന്നെ തോന്നോ, ഇത് ആർക്കല്ല ഞാൻ ചെയ്യണേ. കാരണം എന്തേ? സദ്യ ഉണ്ണാനിരിക്കണ പോലെ പലരും ഇരിക്കണേ, കൈപോലും പൊക്കത്തില്ല, ആമീനിന്റെ ശബ്ദം പോലും കേൾക്കത്തില്ല. എന്തൊരു നിശബ്ദതയാണെന്നറിയോ? ശബ്ദമൊക്കെ കേൾക്കണമെങ്കിൽ പൊതുയോഗത്തിൽ പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഉസ്താദ് തന്നെ ഇങ്ങനെ തോന്നുക, അല്ല ആർക്കല്ല ഞാൻ ദുആ ചെയ്യണേന്ന്. പക്ഷെ ഒരു ദിവസം ഉസ്താദ് നോക്കുമ്പോ പതിവില്ലാതെ ഒരു ആമീൻ കേൾക്കുന്നു പള്ളിയിൽ. ആമീൻ ആമീൻ ആമീൻ. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ല ഈ ആമീൻ പറയണേ? ഉസ്താദ് പറയുന്ന പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോ ഒരു സഹോദരൻ 1ാമത്തെ സഫിൽ ഇരുന്നിട്ട് 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ ആമീൻ പറയാ. ഉസ്താദ് പറയണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല, ആമീൻ. സ്വർഗം തരണേ അല്ല, ആമീൻ. പടച്ചവനെ നല്ല മരണം കൊടുക്കണേ അല്ല, ആമീൻ. ഉസ്താദിന് വലിയ സന്തോഷമായി. ഉസ്താദ് ഓനെ ഒന്ന് നല്ലതുപോലെ നോക്കി. ഈ കൈപൊക്കി പിടിച്ചുകൊണ്ട് 1ാമത്തെ സഫിലിരുന്ന ആമീൻ പറയുന്ന മനുഷ്യന് ഉസ്താദ് നല്ലതുപോലെ ഒന്ന് നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട്, നാളെയാണ് ഓണ ബമ്പർ ലോട്ടറി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട് അവൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവൻ ആ പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയുന്നേ. എടോ, ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ടാണ് അവൻ പള്ളിക്കകത്ത് വന്നിരുന്നിട്ട് ആമീൻ പറയുന്നേ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖതീബിന് കള്ളുകുടിയെക്കുറിച്ചോ വ്യഭിചാരത്തെക്കുറിച്ചോ പലിശയെക്കുറിച്ചോ പ്രസംഗിക്കാൻ പോലും പറ്റൂല പള്ളിക്കകത്ത്. ഉസ്താദ് എങ്ങാനും കള്ളുകുടിയെക്കുറിച്ച് പ്രസംഗിച്ച വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ഇരിക്കുന്നവൻ പറയും, അളിയ ഇത് എനിക്കുള്ളതാടാ, ഇതെന്നെ ഉദ്ദേശിച്ചാടാ, ഇതെനിക്കിട്ടുള്ള പണിയാ. പള്ളിക്കകത്തിരിക്കുന്നവൻ പോലും പറയുന്ന കാലം. കാരണം മനുഷ്യന്മാരങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ പോകട്ടെ. ഖുർആനിലെ ആയത്തുകൾ കേട്ടിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, നിസ്സാരമാക്കുന്നവരുണ്ട്. ഇത് നിസ്സാരമാക്കാനുള്ളതല്ല, നീ പേടിക്കണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ 1ാമത്തെ ശിക്ഷ എന്താ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ചില മക്കൾ ഉസ്താദന്മാരെ കാണുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ എൻ്റെ വാപ്പായ്ക്ക് 55 വയസ്സായി, 60 വയസ്സായി, മുടി നരച്ചു, തൊലി ചുളുങ്ങി, രോഗിയാം, എന്നിട്ട് എൻ്റെ വാപ്പയുടെ സ്വഭാവം മാറിയിട്ടില്ല ഉസ്താദെ. എൻ്റെ വാപ്പ നന്നാകുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല. 18കാരൻ്റെ ജീവിത വാപ്പ ഇപ്പോഴും നന്നാകുന്നില്ലടോ. പ്രായം ചെന്നിട്ട് പോലും എൻ്റെ ഉപ്പ നന്നാകുന്നില്ല. പെൺകുട്ടികൾ ഉമ്മയെ കണ്ടിട്ട് ചോദിക്കുന്നു, ഉസ്താദെ 50ഉം 55ഉം വയസ്സായിട്ട് മരണത്തിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എൻ്റെ ഉമ്മ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് TV-യുടെ മുമ്പിലാണ്. നാവെടുത്ത നല്ലതേ പറയത്തുള്ളൂ ഉമ്മ. നാവെടുത്തു കഴിഞ്ഞാൽ ഏഷണി പരദൂഷണം ഉപദേശിക്കാൻ ചെന്നാ പടച്ചവനെ പ്രാവുകയാ. ഉമ്മയുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. മക്കൾ തന്നെ പറയുന്നു ഉപ്പയും ഉമ്മയും നന്നാകാൻ ദുആ ചെയ്യാൻ.
ഇതേപോലെ തന്നെയാണ് 15ഉം 20ഉം വയസ്സുള്ള കുട്ടിയെ കുറിച്ച് വാപ്പ പറയുകയാ, എന്തു പറ്റി എൻ്റെ മോന്, അല്ലാഹുവേ എന്തു പറ്റി പടച്ചവനെ, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ തല്ലാൻ തയ്യാറാകുന്നു, കണ്ണുനീര് കുടിപ്പിക്കുന്നു, എന്തു പറ്റി? മരണവും ഖബറും നരകവും പറഞ്ഞു കൊടുത്തിട്ട് പോലും എൻ്റെ മക്കൾ നന്നാകുന്നില്ലല്ലോ, എന്താണ് എൻ്റെ മകന് പറ്റിയത്, എൻ്റെ മകൾക്ക് എന്താണ് പറ്റിയത്? സങ്കടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ നാട്ടിലെ 18 വയസ്സുള്ള ഒരു പെൺകുട്ടി വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ വെച്ചൊരു ചെറുപ്പക്കാരനുമായി പരിചയമാവുകയാണ്. പരിചയം പിന്നെ പ്രണയത്തമായി, പ്രണയം തലയ്ക്ക് പിടിച്ചു. അവസാനം അവനില്ലാതെ അവൾക്ക് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം അനുവാദമില്ലാതെ ഇറങ്ങിപ്പോവുകയാണ്. കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവളെ അവസാനം പിടിച്ചുകൊണ്ട് വരികയാണ്. ആ പെൺകുട്ടിയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. കയ്യിൽ കിട്ടിയപ്പോ 4 തല്ല് കൊടുക്കുകയാണ്. കൂടപ്പിറപ്പുകൾ തന്റെ പൊന്നാര സഹോദരിയെ തല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് പറയുന്നു, എന്റെ മകളെ തല്ലരുത്, ഒരാള് പോലും എന്റെ പൊന്നുമോളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, മോളെ അവനെ നമുക്ക് വേണ്ട, അവൻ നമ്മുടെ മതമല്ല, അവനെ നീ മറക്കണം മോളെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാതാവ് തന്റെ പൊന്നുമകളോട് യാചിക്കുകയാണ്. അനക്കമില്ലടോ, ആ പെണ്ണിന്റെ തീരുമാനത്തിൽ അനക്കമില്ല, ഒരു മാറ്റവുമില്ല. ഉമ്മ പരാജയപ്പെട്ടു. എന്നും തല ഉയർത്തി നടന്നിരുന്ന ജന്മം കൊടുത്ത പിതാവ് തന്റെ പൊന്നാരമകളുടെ മുമ്പിൽ നിറഞ്ഞു കഴുതാ അതാ കലങ്ങിയ കണ്ണുകളുമായി കിടന്നു വരികയാ. മോളെ, ഉപ്പാന നാണം കെടുത്തരുത്, ഇനി നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്താൻ കഴിയില്ല. നിന്റെ കൂടപ്പിറപ്പുകൾക്ക് ഒരു നല്ല ജീവിതം ഇനി കിട്ടൂല. നീ ഇറങ്ങിപ്പോയാ കുടുംബസമേതം ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല. എൻ്റെ പൊന്നുമോള് വാപ്പ പറയുന്നത് കേൾക്കണേ, അവനെ മറക്കണേ. ഇല്ല വാപ്പാ, വാപ്പ പരാജയപ്പെടുകയാ. പിന്നെ കൂടപ്പിറപ്പ് വന്നോ, കുടുംബക്കാര് വന്നോ, കാരണവന്മാര് വന്നോ, അല്ലാഹുവേ അയൽവാസികൾ വന്നോ, മഹല്ല കമ്മിറ്റിക്കാര് വന്നോ. ആരൊക്കെ ഉപദേശിച്ചിട്ടും അവള് നന്നാകുന്നില്ല. അവസാനം പള്ളിയിലെ ഇമാമ് വന്നു. ആ പെണ്ണിനോട് നരകവും ഖബറും ശിക്ഷകളെല്ലാം പറഞ്ഞു കൊടുക്കുകയാ. ഉസ്താദ് പറഞ്ഞു, മോളെ അല്ലാഹനെ മറന്നുകൊണ്ടിറങ്ങി പോകരുത്, നിന്റെ ഈമാൻ പോലും നഷ്ടപ്പെട്ടു പോകും, നിന്റെ ആഖിബത്ത് മോശമായി പോകും. നരകമുണ്ട് മോളെ, ഖബറുണ്ട് മോളെ, പരലോകമുണ്ട് മോളെ, മസ്റയുണ്ട് മോളെ. ഉസ്താദ് ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്തു. പക്ഷേ അവസാനം ആ പ്രിയപ്പെട്ട പെണ്ണിറങ്ങി പോകും. കോടതിയുടെ വരാന്തയിൽ കോടതിയിൽ കേസ് ചെന്നോ. ജഡ്ജി ചോദിക്കുന്നു, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണോ, 18 ദിവസം മുമ്പ് പരിചയപ്പെട്ടവനെ വേണോ? ആ പെണ്ണൊരു മടിയുമില്ലാതെ പറയുകയാ, എൻ്റെ ഉപ്പാനെ എനിക്ക് വേണ്ട, എൻ്റെ ഉമ്മാനെ എനിക്ക് വേണ്ട, അവരുടെ കൂടെ എന്നെ വിടല്ലേ, എനിക്കെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കണം, എനിക്കെൻ്റെ ചേട്ടന് മതിയെന്ന് പറഞ്ഞ് കാമുകന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഇറങ്ങി പോകുമ്പോ മാതാവ് കരയുകയാ, പിതാവ് കരയുകയാ, കൂടപ്പിറപ്പ് കരയുകയാ. എല്ലാവരും യാചിച്ചിട്ടും അവളുടെ മനസ്സു മാറുന്നില്ലല്ലോ. ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ എൻ്റെ മോൾക്ക് എന്തു പറ്റി പടച്ചവനെ, ഇവളിങ്ങനായിരുന്നില്ലല്ലോ,
ഇവൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്തേ ഇവളുടെ ഹൃദയം കരിമ്പാറയെ പോലെ ആയിപ്പോയത്? അതിന്റെ കാരണമാണോ ഞാൻ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ, അള്ളാന്റെ ഖുർആൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. സിറാജ് പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ലടോ, ഒരിക്കലും നന്നാകില്ലടോ. അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കേറൂല, ഈമാനിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഒരിക്കലും കേറൂല. അല്ല എഴുതി എങ്ങ് തെള്ളുകയാണ്, അല്ലാഹു എഴുതി തെള്ളുകയാണ്. നിന്റെ മകനോട് നിന്റെ മകളോട് എത്ര ഉപദേശിച്ചിട്ടും നന്നാകാത്തതിന്റെ കാരണം എന്താ? വാപ്പ നന്നാകാത്തത്, പ്രായം ചെന്ന ഉമ്മ നന്നാകാത്തത്, അതിന്റെ കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ ഉപദേശിക്കുന്നത് അവര് കേൾക്കൂല, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും അവര് കേൾക്കൂല. വഇദ് ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് പരിഗണിക്കാത്തവന്റെ ചെവി അല്ലാഹു അടച്ചു കളയും, അവന്റെ ഹൃദയം അല്ലാഹു അടച്ചു കളയും, അല്ലാഹു സീല് വെക്കും. അല്ലാഹു സീല് വെച്ച പിന്നെ ആർക്കാ പൊട്ടിക്കാൻ പറ്റുക? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് ഒരിടത്ത് സീല് വെച്ചാൽ ആ സീല് പൊട്ടിക്കാൻ ഈ ലോകത്ത് ആരെ കൊണ്ടാ പറ്റാ? ഒരുത്തനെ കൊണ്ടും പറ്റൂല. അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ഒരു കാലത്തും ഈമാനിന്റെ പ്രകാശം കേറൂല. അല്ല എഴുതി തള്ളി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ സർവ്വ ശൈത്താന്മാരെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇടൂല്ലേ? റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ ഈ ഭൂമിയിലുള്ള സർവ്വ ശൈത്താന്മാരെയും പിടിച്ചു കെട്ടിയിടൂല്ലേ? പറയടോ കാക്ക, ഇടുവോ? കെട്ടിയിടുവോ? നിങ്ങളുടെ നാട്ടിൽ ഇടൂല്ലേ? കെട്ടിയിടും. എല്ലാ ശൈത്താന്മാരെയും കെട്ടിയിടും. എന്നിട്ട് നോമ്പ് പിടിക്കാതെ നടക്കുന്ന ചില കാക്കാമാരില്ലേ? റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കാതെ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാതെ പരസ്യമായി മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ച് നടക്കുന്ന കാക്കാമാരെ കണ്ടിട്ടില്ലേ? എടാ, അമുസ്ലിമായ സഹോദരൻ ചോദിക്കുന്നു, ഇത് റമളാനല്ലേ, നിനക്ക് നോമ്പില്ലേ? പോടാ, നിന്റെ പണി നോക്കടാ. അവൻ പോലും നോമ്പ് പിടിക്കും. അമുസ്ലിമായ സഹോദരങ്ങൾ പോലും റമളാനിൽ നോമ്പ് പിടിക്കുന്നവരില്ലേ? റമളാനിനെ ആദരിക്കുന്നവരില്ലേ? വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പെണ്ണുമ്പിള്ള ചോദിക്കുന്നു, ഇക്കാ നിങ്ങളുടെ രോഗം പിടിച്ച് കിടക്കണ വാപ്പ വരെ നോമ്പ് പിടിക്കുന്നു, നിങ്ങൾ എന്തേ നോമ്പ് പിടിക്കാത്ത? പൊടി മാറി ചോദിച്ചത് മാത്രമേ ഓർമ്മ കാണത്തുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതങ്ങനാടോ? അള്ളാഹു ചിലതിനെ അങ്ങ് എഴുതി തള്ളിക്കളയും. നന്നാകാത്തതിൻ്റെ കാരണം അതാ. പിന്നെ അവനെ നന്നാക്കാൻ ഉസ്താനെ കൊണ്ട് പറ്റുമോ? ഇല്ല, ആരെ കൊണ്ടും പറ്റൂല. അള്ളാഹു സീലടച്ചു കഴിഞ്ഞാൽ അങ്ങനെ സീല് വെച്ച് കഴിഞ്ഞാൽ പോയി. ഇന്ത്യയുടെ പ്രസിഡന്റ്, രാഷ്ട്രപതി ഒരു സീല് വെച്ചാൽ കഴിഞ്ഞില്ലേ? ഇതുപോലെയാണ് അള്ളാഹു സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നാക്കാൻ പറ്റില്ലടോ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരുത്തന് നന്നാകണമെന്ന് അവന് തോന്നണം, സിറാജിന് നന്നാകണമെന്ന് സിറാജിന് തോന്നണം. നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ പറ്റുമോ? ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നിയാലേ അള്ളാഹു അവനെ നന്നാക്കൂ. അതുകൊണ്ട് തന്നെ ആ 99 പേരെ കൊന്ന ഒരു മനുഷ്യൻ, 99 പേരെ കൊന്ന ഒരു മനുഷ്യന് 99 പേരെ കൊന്നപ്പോഴാ ഓൻ ചെയ്യണത് തെറ്റാണെന്ന് തോന്നിയേ. 99 പേരെ കൊന്നപ്പോ ആ മനുഷ്യനൊരു കുറ്റബോധം, അല്ല ഞാൻ കൊലപാതകിയാണല്ലോ,
ഞാൻ ചെയ്യുന്നത് പാപമാണല്ലോ. അപ്പോൾ ഒരു കാക്ക വരുന്നുണ്ട്. ഒരു കാക്കാനെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, എനിക്ക് പുറത്തു തരുമോ? അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ആ കാക്ക പറഞ്ഞു, നിനക്ക് 99 പേരെ കൊന്ന നിനക്ക് പുറത്തു തരാനോ? നീ നരകത്തിലാടാ. അപ്പം ചങ്ങാതി വിചാരിച്ചു, എന്തായാലും പോവല്ലേ, ഇവനെ കൂടെ അങ്ങ് തീർത്തേക്കാം. 100 തികച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 100 പേരെ കൊന്നു. 100 പേരെ കൊന്നു കഴിഞ്ഞപ്പോഴും ഇവന് കുറ്റബോധം, 100 എണ്ണത്തിനെ കൊന്നല്ലോ അല്ലാ. അപ്പോൾ ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഇൽമ പഠിച്ച ഒരു ആലിമ വരുന്നുണ്ട്. ഉസ്താദിനെ കണ്ടപ്പോൾ ചെന്നിട്ട് ചോദിച്ചു, ഉസ്താദേ 99 100 തികച്ചിട്ട് വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ഗുണപാഠം ഞാൻ പറയാം. പഠിക്കേണ്ട ഒരു ഗുണപാഠം, എപ്പോഴും ദീനിന്റെ വിഷയം മസ്അലകൾ ചോദിക്കുകയാണെങ്കിൽ കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, പള്ളിയിലെ ഖത്തീബിനോട് തന്നെ ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ദീനിന്റെ വിഷയം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കണം? പറയടോ. ദീനിന്റെ വിഷയങ്ങൾ മസ്അല ചോദിക്കുമ്പോൾ ആരോട്? പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതിയോ? പ്രസിഡന്റിനോ കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് പഠിച്ച ആളോട് തന്നെ ചോദിക്കണം. കാരണം ആദ്യം വന്ന കാക്ക അങ്ങനത്തെ ഒരാളായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, കാക്ക ഞാൻ 99 പേരെ കൊന്നിട്ടുണ്ട്, പുറത്തു തരുവോ? ആ പാവപ്പെട്ടവന്റെ അറിവ് വെച്ച് പറഞ്ഞ് നീ സ്വർഗത്തിൽ പോത്തില്ലെന്ന്. നേരെ പള്ളിക്കുഴിയിൽ പോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ആലിമിനോട് ചോദിച്ചു, ഉസ്താദെ 100 തികച്ചിട്ട് വരികയെ പുറത്തു തരുവോ? ഉസ്താദ് പറഞ്ഞു, പുറത്തു തരും. ഉസ്താദ് പഠിച്ച അറിവ് വെച്ച് പറഞ്ഞു കൊടുത്തു, മോനെ നിനക്ക് പുറത്തു തരും, നീ തൗബ ചെയ്യ്, ഈ നാട്ടിൽ നീ കഴിയണ്ട, അപ്പുറത്തൊരു നല്ല നാടുണ്ട്, നീ അവിടെ പൊക്കോ. ഇതാണ് ഉസ്താദ്. അവിടെ മനുഷ്യൻ ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുന്ന സമയത്തും മരണപ്പെട്ടു. ഈ മനുഷ്യൻ മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്നു, സ്വർഗത്തിന്റെ മലക്കും വന്നു. നരകത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ഇവൻ 100 കൊലപാതകം ചെയ്തവനാ, ഇവൻ ഞങ്ങൾക്കുള്ളതാ. സ്വർഗത്തിന്റെ മലക്ക് പറഞ്ഞു, ഇവൻ തൗബ ചെയ്തിട്ട് വരുന്നവനാ, തരൂല. എടാ, 100 കൊല ചെയ്ത മനുഷ്യന് വേണ്ടി നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കുകളും പരസ്പരം തർക്കമായി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആ തർക്കം തീർക്കാൻ അല്ലാഹു മധ്യസ്ഥനെ വരെ പറഞ്ഞു വിട്ടു. എന്നാ നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിലും തർക്കം നടക്കും, സ്വർഗത്തിനും നരകത്തിനുമല്ല, വാപ്പാടെ സ്വത്തിനു വേണ്ടി. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 100 കൊല ചെയ്തവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം. നമ്മുടെ വീട്ടിൽ ഉമ്മാടെ മാല എനിക്കുള്ളതാ, ബാങ്കിൽ കിടക്കുന്നത് എനിക്കുള്ളതാ, കുടുംബ വീട് എനിക്കുള്ളതാ, നീ വേറെ നോക്കിക്കോ, തമ്മി തല്ലും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എടോ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ കേട്ടാ നീ നന്നാക്, നീ അത് ചിന്തിക്ക്. ഇത് വേറൊന്നുമല്ല, സംഗീതമല്ല, അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ. അതിന് നൽകേണ്ട ഒരു പരിഗണന നൽക്, അതിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം നീ കൊടുക്ക്. ഇല്ലെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു പറയുകയാ, പിന്നെ ഒരു കാലത്ത് നിന്നെ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആയത്തേതാ? അള്ളാഹു പറയുകയാണ്, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഓതിയിട്ട് മോനെ നിസ്കരിക്കണേ. അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചാ നിസ്കരിക്കണേ. കള്ള് കുടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, മോനെ വ്യഭിചരിക്കരുത്, പലിശ തിന്നരുത്, അള്ളാനെ ഭയന്ന് ജീവിക്കടാ ചെറുപ്പക്കാരാ. പെണ്ണെ തലമറയ്ക്കണ്, നിന്റെ ശബ്ദം പോലും ഔറത്താണ്, നിന്റെ സലാണ് സലാം പോലും പറയരുതെന്നാണ് പടച്ചവനെ ഉസ്താദന്മാര് പറയുകയാ. നരകത്തിലധികവും പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണം. അല്ലാത്തവർക്ക് അള്ളാഹു ഭയാനകമായ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദുനിയാവിലെ തീയുണ്ടല്ലോ, അത് നരകത്തിലെ തീയുടെ ഒരു 70
നരകത്തിൽ ഒരംശമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരോട് ഇത് പറയുമ്പോ അവര് ചോദിക്കുന്നു, ഉസ്താദേ ഇതൊക്കെ വിവരമില്ലാത്തവരോട് പറ, പ്രായമുള്ളവരോട് ചെന്ന് പറ, ഞങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ്. എന്തൊരു തള്ളലാ ഉസ്താദ്. ചെറുപ്പക്കാര് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നു നരകം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്, എവിടെയാണ്? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിനടിത്തട്ടിലാണോ? എവിടെയാ ഉസ്താദേ നിങ്ങൾ പറയുന്ന നരകമിരിക്കുന്നത്? പെൺകുട്ടികൾ പരിഹസിക്കുകയാണ്, എല്ലാവരും സ്വർഗത്തിൽ പോയാ നരകത്തിലും പോകാൻ ആള് വേണ്ടേ, ഞങ്ങൾ അവിടെ പൊക്കൊള്ള എന്ന് പറഞ്ഞുകൊണ്ട് നരകമെവിടെയാണെന്ന് ചോദിച്ച് കളിയാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ, ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് ചോദിക്കുകയാ, നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ, എൻ്റെ പെങ്ങളെ, അല്ലാഹുവിൻ്റെ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുമ്പോള് എപ്പോഴാണ് കാണുന്നത്? എപ്പോഴാണ് നരകം കാണുന്നത്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മുതുമ്പോ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, പടച്ചവനെ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെയാണ് കടന്നു വരുന്നത്. സഹോദരാ, ഫാൻ ഓഫാക്കിയപ്പോ നിന്റെ ശരീരം വിയർക്കുന്നല്ലോ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത ചൂടല്ലേ. ശരീരത്തിലെ ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന പെങ്ങള് 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യന് അതിന്റെ ചൂട് പോലും താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ല, ഇതൊന്നും ഒരു വിയർപ്പല്ല. അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തുഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല ദങ്ങു ചെന്നാ കോള. മോനെ, ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? പഴയ വീട് കെട്ടുന്ന ആ മണ്ണിന്റെ ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനാടാ അത് ചുമന്ന നിറമായത്? നീ കണ്ടിട്ടുണ്ടോ? അടുക്കി വെച്ച് പച്ച വിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അടുത്തു പോയിട്ടുണ്ടോ സഹോദരാ? എൻ്റെ പ്രിയപ്പെട്ട ബാപ്പാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടില്ല? കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒലിക്കുകയാ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് കാളയുടെ വായിൽ നിന്നല്ല, മനുഷ്യന്മാരുടെ വായിൽ നിന്ന് പതയും നൊരയും ഇങ്ങനെ ഒഴുകുകയാ. ചോറ് വെക്കുന്ന പെങ്ങള് അടുക്കളയിൽ ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളയ്ക്കുന്നത് കണ്ടവളല്ലേ ഉമ്മാ? അല്ലാഹുവിന്റെ പരലോകത്ത്
അള്ളാന്റെ പരലോകത്ത് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാറുണ്ട്. പടച്ചവനെ, ഒരു ചാണ് മുകളിലാട് 15 ലക്ഷത്തോളം കിലോമീറ്ററിന് മുകളിലല്ല ആ സൂര്യനെ അള്ളാഹു താഴേക്ക് ഇറക്കുകയാണ്. ഒരു ചാണ് മുകളിൽ സൂര്യന് ഉടുതുണിയില്ല, ചെമ്പിന്റെ തറയിലാ. യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. അതാ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് പറയുന്നു, മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെയാണ് ജിബ്രീൽ, എങ്ങനെ കൊണ്ടുവരാനാ? അല്ലാഹുവിന്റെ കൽപ്പനയാ മാലിക്, അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് പറയുമ്പോ അതാ മാലിക് എന്ന് പറയുന്ന മലക്കുകൾ തന്റെ അനുയായികളെ വിളിക്കുകയാണ്. ചങ്ങല എടുത്തു കൊണ്ടുവാ, ചങ്ങല എടുത്തു കൊണ്ടുവാ. 70,000 ചങ്ങല, 70,000 ചങ്ങല. മോനെ, ചങ്ങല കണ്ടിട്ടുണ്ടോ? ചങ്ങലയിലെ കൊളുത്തുകൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയില് ഒരു കൊളുത്തിന്റെ വലുപ്പമുണ്ടല്ലോ, ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്, ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. വഇദാ റഅതഹും മിൻ മകാനിൻ ബഈദ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. നാളെ അള്ളാന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് 70,000 ചങ്ങലകളിൽ അല്ലാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ നീ പറയുമടാ ചെറുപ്പക്കാരാ, എവിടെയാണെന്ന് ചോദിച്ച പെങ്ങള് അല്ലാഹുവോട് പറയുകയാ, റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. എന്റെ രക്ഷിതാവായ അല്ലാ, എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ. അല്ലാഹുവോട് പറയാ, എന്റെ കണ്ണുകൊണ്ട് ഞാൻ നരകം കണ്ടു, നരകത്തിന്റെ തീ കണ്ടു, നരകത്തിന്റെ വലുപ്പം കണ്ടു, നരകത്തിന്റെ ശിക്ഷ കണ്ടു. വസമിഅനാ, ഞാൻ കേട്ടു പടച്ചവനെ ശബ്ദം, ആ നരകത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു പടച്ചവനെ. അതുകൊണ്ട് അല്ലാഹുവേ ഫർജിഅനാ, ഒരു ചാൻസ് താ അല്ലാ, ഒരവസരം താ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് പറയുന്നു, നിസ്കരിക്ക്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ പോയി നിസ്കരിക്ക്. ആരാപ്പാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ ചാരത്തിരിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, മക്കളെ ബാങ്ക് വിളിക്കുന്നടാ. പള്ളിയിലെ മുഅദ്ദിനെ പിന്നെ എന്തിനാ നിർത്തിയിരിക്കണേ? ബാങ്ക് വിളിക്കാൻ. അയാളുടെ ജോലി ചെയ്തു. ശമ്പളം കൊടുത്ത് മോദീനെ നിർത്തിയിരിക്കണേ ബാങ്ക് വിളിക്കാൻ. അയാളുടെ പണി ചെയ്തോ? എടാ, നിസ്കാരം നടക്കുന്നതാ, ഹത്തീബിന്റെ പണി ചെയ്യുന്നു, നീ പോണില്ലേ? എനിക്ക് വെള്ളിയാഴ്ച പോയാൽ മതി, ബാക്കിയൊക്കെ പ്രായമുള്ളവർക്കുള്ളതാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിക്കാൻ മടിയടോ നമുക്ക് പലർക്കും നിസ്കരിക്കാൻ വല്ലാത്ത മടിയാ. നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളാരും നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുന്നവരാ. അല്ലാഹു നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. നിസ്കരിക്കൂലേ? നിങ്ങളെല്ലാവരും നിസ്കരിക്കും, പക്ഷേ സമയത്ത് നിസ്കരിക്കത്തില്ലെന്നേ ഉള്ളൂ.
സമയത്ത് നിസ്കരിക്കോ? അതില്ല. നിനക്ക് സമയത്ത് നിസ്കരിക്കാൻ ഇതാ പെണ്ണുങ്ങളിരിക്കുന്നു. ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാണ് ളുഹർ നിസ്കരിക്കുന്നത്? 12:30 ആകുമ്പോൾ പാവ മുഅദ്ദിൻ ബാങ്ക് വിളിക്കും നിസ്കരിക്കാൻ. പാവ ആമിനത്തെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. ഓള് മീൻ വെട്ടണം, സാമ്പാർ വെക്കണം, കറി വെക്കണം, ചോറ് വെക്കണം, തോരൻ വെക്കണം, പിന്നെ കുളിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 2:45 ഒരു പോക്കുണ്ട് ളുഹർ നിസ്കരിക്കാൻ. അല്ലാഹു അലം. നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ ഈ ബാങ്ക് വിളിക്കുന്നത്? ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. ആമിനാത്ത, നിനക്ക് തോന്നുമ്പോഴല്ല നിസ്കരിക്കണ്ടേ, അല്ല പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നിസ്കരിക്കണ്ടേന്ന്. എടോ നിസ്കരിക്ക. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. നിസ്കരിക്കുന്നവന്, അലസത കാണിക്കുന്നവന്, കൃത്യനിഷ്ഠയില്ലാത്തവന്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അവർക്ക് വേണ്ടിയാണ് അള്ളാഹു വൈലെന്ന് പറയുന്ന നരകം ഒരുക്കി വെച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മക്കൾ നിസ്കരിക്കോ? മക്കൾ നിസ്കരിക്കോ? ഞാൻ ചോദിക്കട്ടെ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. എന്ത് ചെയ്യണം? പറ കാക്കാമാർ, എന്ത് ചെയ്യണം? പറയടാ മക്കളെ, എന്ത് ചെയ്യണോടാ? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണോന്നല്ലേ? ആണോ അല്ലേ? നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ കൈപൊക്കിക്കേ. ഏതെങ്കിലും ഉമ്മാക്ക് ധൈര്യമുണ്ടോ? നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ മോളെ തല്ലിയ ഒരു ഉമ്മ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈവക്കാത്ത നിങ്ങളുടെയൊക്കെ മക്കൾ 5 നേരം ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നുമല്ല. ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണോ നമ്മുടെ അവസ്ഥ? ഇതാണ് നമ്മളുടെ അവസ്ഥ. എൻ്റെ പ്രിയ, പിന്നെ മക്കളോട് നിസ്കരിക്കടാ എന്ന് പറയാൻ വാപ്പായ്ക്ക് അവകാശമില്ല. വാപ്പ എങ്ങാണം മക്കളോട് പോയി നിസ്കരിക്കാൻ പറഞ്ഞാൽ അവൻ പറയാം, ആദ്യം വാപ്പ ഒന്ന് പള്ളിയിൽ പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് നമ്മുടെ അവസ്ഥ. നിസ്കരിക്കാൻ പറഞ്ഞാൽ മടി. മോനെ, ഉസ്താദന്മാർ ഖുർആനിൻ്റെ ആയത്ത് ഓതിയിട്ട് പറയുന്നു, മോനെ കള്ള് കുടിക്കരുത്. ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പം ആരും കള്ളു കുടിക്കുന്നില്ല. കഞ്ചാവ് അടിക്കുന്നത്. ഇപ്പം കള്ളൊന്നും ആർക്കും വേണ്ടോ, അതൊക്കെ പാവങ്ങൾക്ക്. ഇപ്പം എല്ലാം MDM കൂടിയ ഐറ്റങ്ങൾ. പടച്ചവനെ അതൊക്കെ അടിക്കുന്നത്. ഉസ്താദന്മാരോട് ചോദിക്കും, വേണമെങ്കിൽ നിങ്ങൾ ഇത്തിരി വലിച്ചു നോക്കാൻ പറയും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് പള്ളിയിൽ കഞ്ചാവിനെതിരെ വഴുതു പറഞ്ഞു. വൈകുന്നേര സമയത്ത് ഒരു സ്ഥലത്ത് കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടുന്നു. കഞ്ചാവ് അടിക്കുന്നതിനെ കുറിച്ച് പള്ളിയിലെ ഖതീബ് പ്രസംഗിച്ചു. സുബഹിക്ക് പള്ളിയിൽ പോയതാ, എറിഞ്ഞ് തറയിലിട്ടു. പാവപ്പെട്ടവൻ ഹോസ്പിറ്റലില്ല. അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഇതാണ് അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെണ്ണുങ്ങളോട് പറയുകയാ, ഇന്നത്തെ കുട്ടികളോട് നമ്മൾ ആലോചിക്കേ. ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കേ. എടാ മോനെ, മുടി വെട്ടടാ, ഒന്ന് മുടി വെട്ടടാ. എന്ത് മുടി അല്ലേ? എന്നാ ചെറുപ്പക്കാരുടെയൊക്കെ തല എല്ലും തോല് പോലെ ഇരിക്കും. ഉഹദ് മലയോളം വലിപ്പം അവൻ്റെ തലയ്ക്കുണ്ടാകും മുടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെട്ടാൻ പറഞ്ഞാൽ ഉസ്താദ് പറയാം മുടി വെട്ടടാ. ഉസ്താനെ കാണുമ്പോൾ തൊപ്പിയൊക്കെ നിരത്തി വെച്ചോണ്ടാ വരുന്നത്. ഇങ്ങനെ എന്നാ തക്കുവാന്നറിയോ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി, അല്ലാഹുവേ, മോനേടാ, മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ഭാഗം ഔറത്ത. എടാ ഒന്ന് മറച്ചുകൊണ്ട് നടക്ക്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ തുടകീറിയ പാൻറ് വിട്ടുകൊണ്ടാണ് നടക്കുന്ന മക്കൾ. അല്ലാഹു ഒരു ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. വാപ്പ വലിയ മോലാളിയ, കാറും വീടും പൈസയൊക്കെ ഉണ്ട്. മോനാണെങ്കിൽ കീറിയ പാൻറ്. അല്ലാഹു അവൻ്റെ വാപ്പയ്ക്ക് കരുണ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മോന് കീറാത്ത ഒരു പാൻറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സ് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ടത്തെ പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മമാര് തുണി കഴുകുന്ന സമയത്ത് ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ തച്ച് തരും. അല്ലാഹുവേ, ഇന്ന് മക്കളുടെ കീറിയ പാൻറ് കണ്ടിട്ട് തച്ചു കൊടുക്കാത്ത ഉമ്മമാർക്ക് നീ ഈമാൻ കൊടുക്കണേ പടച്ചവനെ. അവരുടെ മനസ്സിൽ നീ കരുണ കൊടുക്കണേ റഹ്മാനെ. ഇതാടോ ഇന്നത്തെ അവസ്ഥ. ഇന്നത്തെ അവസ്ഥ ഇതാ. ഇതൊക്കെ പറയുമ്പോൾ കുട്ടികൾ പറയും, നമ്മളെ പറയാൻ പറ്റുന്നത്ര പറയും. പെണ്ണുങ്ങളോട് പറയുകയാ, വലാ തഖറബുസ്സിനാ ഇന്നഹു കാന ഫാഹിഷ.
വസാഅ സബീലാ. പെണ്ണുങ്ങളോട് പറയുന്നു, ആണുങ്ങളോട് പറയുന്നു, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല, വ്യഭിചാരത്തിനോട് അടുക്കുന്നത് പോലും ചെയ്യല്ലേ. ആരോടാ അല്ലാ പടച്ചോനെ? ഇന്ന് സ്കൂളിൽ പഠിക്കുന്നവർ പരസ്പരം തൊട്ടിയും തട്ടിയും കയ്യും പിടിച്ച് ഒരു കുഴപ്പമില്ലടോ, അതൊക്കെ ഒരു കുഴപ്പമില്ല. അതൊന്നും ഒരു പാപമായി ജനങ്ങൾ കാണുന്നില്ല. ഞാൻ ഇന്നലെയും ഞാൻ നോക്കുമ്പോൾ ഒരു ടൗണിൽ, ഇന്നലെയും ഞാൻ നിങ്ങളുടെ സ്കൂൾ വിട്ടു വരുന്ന സമയം ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം പെൺകുട്ടി സ്കൂൾ വിട്ടിട്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരിക്കുക. തെറ്റല്ലടോ. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, കുട്ടികൾ എന്തോ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഇടിക്കും, എന്നിട്ട് അതിന് കൊടുക്കുക ഗിഫ്റ്റ്. ഇന്ന് തൊടലും പിടിക്കലൊന്നും കുഴപ്പമില്ല. അളിയാന്ന് പറഞ്ഞ് തോളത്ത് കെട്ടണ പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ബൈക്കിൻ്റെ പുറകെ കയറാ പോവാ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറയാൻ പാടില്ല. ഇപ്പം പെണ്ണുങ്ങൾ പറയും ഇതൊക്കെ ഉസ്താദിന് കിട്ടാത്തതുകൊണ്ടാണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നതെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.